നിറവിലേക്ക് സ്വാഗതം. ഞാൻ ദൈവത്തെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു. ഞാൻ എന്തിന് നഷ്ടധൈര്യനാകണം? ദൈവമുണ്ടെന്നുള്ള വസ്തുത ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആശ്വാസമാണ്. വിശുദ്ധ എവർമോഡിന്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ഡെന്നി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. മുള്ളുകളേറ്റു ഉള്ളം തകർന്നമ്മ കാൽവരിയിൽ പുത്രന്റെ ചങ്കു തുളച്ചോർ കുന്തം തറച്ചതും നിന്നുള്ളിൽ സ്വർഗത്തിൻ സുന്ദരമേ, നീ നരകത്തിൻ മക്കൾ തകർത്തതാണോ? നാഗത്തിൻ നീർച്ചാലൊഴുക്ക് നാശത്തിൻ വഴിയിലെത്തിച്ചതാണോ? എളിമയോടമ്മ മൊഴിഞ്ഞു, ദൈവഹിതം ഇതു ദൈവഹിതം. സങ്കടത്തിൽ ദൈവസ്നേഹം നിറച്ചിടും രക്ഷാകരമാം ദൈവഹിതം. ഈജിപ്തിൻ ദുർഘടയാത്രയിൽ അമ്മ കണ്ടതും ദൈവഹിതം. ശിമയോന്റെ പ്രവചനത്തിൻ വാൾത്തലപ്പിൽ മിന്നി ദൈവഹിതം. ഓർശാലേം പള്ളിയിലന്ന് കുഞ്ഞിനെ കാണാതെ അമ്പരന്നു. മൂന്നാം നാൾ കണ്ടു കിട്ടിയപ്പോൾ ഉള്ളിൽ നനച്ചതും ദൈവഹിതം. എളിമയോടമ്മ മൊഴിഞ്ഞു, ദൈവഹിതം ഇതു ദൈവഹിതം. സങ്കടത്തിൽ ദൈവസ്നേഹം നിറച്ചിടും രക്ഷാകരമാം ദൈവഹിതം. ക്രൂശിന്റെ ക്രൂരമാം വീതിയിൽ പുത്രനെ കണ്ടമ്മ നോക്കി നിന്നു. കുരിശോടു ചേർന്നു കിടന്ന് ജീവൻ വെടിഞ്ഞതും അമ്മ കണ്ടു. പുത്രന്റെ നിശ്ചലമേനിയെ മടിയിൽ കിടത്തി സഹിച്ചിടുന്നു. പുതിയോരു കല്ലറയിലടക്കി എന്നെന്നും ജീവിക്കാനായി. എളിമയോടമ്മ മൊഴിഞ്ഞു, ദൈവഹിതം ഇതു ദൈവഹിതം. സങ്കടത്തിൽ ദൈവസ്നേഹം നിറച്ചിടും രക്ഷാകരമാം ദൈവഹിതം.
വ്യാകുലത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഷിജി ടീച്ചർ സംസാരിക്കുന്നത് നിങ്ങളോടാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ദീർഘകാലത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ ഇടയ്ക്കൊക്കെ ചില കുട്ടികളെ കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ ചില കുട്ടികളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിത കഥകൾ കേൾക്കുമ്പോൾ ഒത്തിരി മാനസികമായി പ്രയാസം തോന്നാറുണ്ട്. അതായത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചതിന് ശേഷം ഒത്തിരി ഉയരങ്ങളിൽ എത്തും എന്ന രീതിയിൽ ആശംസയോടെ പറഞ്ഞയച്ച കുട്ടികൾ പലതും എങ്ങും എത്താതെ പോകുന്നത് കേൾക്കുമ്പോഴുള്ള ഒരു സങ്കടം, ഒരു മനസ്സിൻ്റെ വേദന. കുട്ടികളോട് കൂടുതൽ സംസാരിക്കുമ്പോൾ അവർ പറയും, കുറേ പ്രതിസന്ധികൾ വന്നു, കുറേ തടസ്സങ്ങൾ വന്നു, അതുകൊണ്ട് പഠനം മുൻപോട്ട് കൊണ്ടുപോകാനായില്ല, അല്ലെങ്കിൽ പഠിച്ചു പക്ഷെ അതിനനുസരിച്ച് നല്ല ജോലിയിലെത്താനായില്ല, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ആകെ തകർന്നുപോയി എന്നൊക്കെ പറയുന്നവർ. അവരോടും പിന്നെ വർത്തമാനകാലത്തിൽ നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളോടുമായി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ പരുന്തിനെ ഉദാഹരണമായി സ്വീകരിക്കണമെന്നാണ്. അതായത് സാധാരണ കേൾക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില ഉദാഹരണങ്ങൾ മുൻപിൽ കിട്ടുമ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ തന്നെ തോന്നാറുണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത്. പരുന്തിനെ ഉദാഹരണമായി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവരോട് ഞാൻ അടുക്കോടും ചുട്ടിയോടും കൂടി കുറേ കാര്യങ്ങൾ പ്രത്യേകമായി അതിൽ നിന്നും കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്ന് പറയും. ഒന്നാമതായി ഈ പരുന്ത് എന്ന് പറയുന്നത് ജീവനുള്ള സാധനങ്ങളെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജീവനുള്ള ജീവികളെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ജീവനുള്ള ഇരയെ തേടിയാണ് അത് നടക്കുന്നതും. ചത്തു കഴിഞ്ഞതിനെ അതിനാവശ്യമില്ല. അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ മുൻപോട്ടുള്ള അല്ലെങ്കിൽ ചിന്തയും പ്രവൃത്തിയും ഒക്കെ. കഴിഞ്ഞു പോയതിനെക്കുറിച്ച്, ഭൂതകാലത്തെക്കുറിച്ച്, ചത്തുപോയതിനെക്കുറിച്ച് ഒത്തിരിയൊന്നും ആകുലപ്പെടേണ്ട ആവശ്യമില്ല. മുൻപോട്ടുള്ളതിനെ പ്രതീക്ഷിക്കുക, പ്രത്യാശയോടെ മുൻപോട്ട് ജീവിക്കുക. ഒരുപക്ഷെ നാം കളഞ്ഞുപോയ സമയത്തെക്കുറിച്ചും ചെയ്യാതെ പോയ നന്മകളെക്കുറിച്ചും അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് നമുക്കുണ്ടായ ദുഃഖകരമായ ചില അനുഭവങ്ങളെക്കുറിച്ചും നമ്മെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച് നമ്മുടെ വർത്തമാനകാലത്തിലെ ദിവസങ്ങളെ ഇല്ലാതാക്കി കളയുന്നവരാകാം. അങ്ങനെ ആവാൻ പാടില്ല. മുൻപോട്ട് ചിന്തിക്കുക. പ്രഭാഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ ഭൂതകാലത്തെ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് എന്ന്. അതുപോലെ തന്നെ പ്രഭാഷകൻ തുടർന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ദൃഷ്ടി മുൻപോട്ടായിരിക്കട്ടെ, നിങ്ങളുടെ നോട്ടം അവക്രമായിരിക്കട്ടെ എന്ന്. അതായത് മുൻപോട്ട് നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം, പ്രത്യാശയോടെ ജീവിക്കാൻ സാധിക്കണം. കഴിഞ്ഞതിനെക്കുറിച്ച് വേദനിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. പൗലോസ് അപ്പോസ്തലൻ എഫേസുകാർക്കുള്ള ലേഖനത്തിലും ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ ദുഷ്ടതയും അല്ലെങ്കിൽ അട്ടഹാസവും അങ്ങനെയുള്ള കോപവും ഒക്കെ നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക. യേശുക്രിസ്തു ക്ഷമിച്ച് നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങൾക്കും അതൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങളുടെ തഴക്കദോഷങ്ങളും ശീലങ്ങളും തെറ്റുകളും ഒക്കെ വിട്ടുകളഞ്ഞ് പ്രത്യാശയോടെ മുൻപോട്ട് ജീവിക്കാൻ സാധിക്കണം. ഇതാണ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലൂക്കാ സുവിശേഷകനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ലത്രേ. എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പിന്നോട്ട് തിരിഞ്ഞു നോക്കി പഴയ ഓർമ്മകളെയും പഴയ ദുഃഖങ്ങളെയും ഒക്കെ ഓർത്ത് നെടുവീർപ്പിട്ട് ഇന്നിൻ്റെ സന്തോഷങ്ങളെ നശിപ്പിച്ച് നാളത്തെ ജീവിതം കൂടി ഇല്ലാതാക്കി കളയുന്നത്? എങ്കിൽ പിന്നെ നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. അടുത്തതായി നമുക്ക് പരുന്തിൽ നിന്ന് കണ്ടുപഠിക്കാവുന്നത് അതിൻ്റെ ലക്ഷ്യബോധമാണ്. ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരം നിന്ന് വരെ പരുന്തിന് അതിൻ്റെ ഇരയെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ ഒരു ഇരയെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടികൂടുക എന്നത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. അതിനിടയ്ക്ക് വരുന്ന തടസ്സങ്ങളും പ്രതിസന്ധികളും ഒന്നും അതിനെ ബാധിക്കുന്നതേയില്ല. ഇനിയും യാദൃച്ഛികമായി കടന്നു വരുന്ന മറ്റു ഇരകളെ പോലും അത് ശ്രദ്ധിക്കുന്നില്ല. താൻ ലക്ഷ്യം വെച്ച ഇരയെ തന്നെ കൈപ്പിടിയിലാക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പരുന്ത് മുൻപോട്ട് നീങ്ങുന്നത്. നമുക്കുമൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ലക്ഷ്യം എന്താണെന്ന് പോലും നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്താറുണ്ട്. അത് പാടില്ല. ദിനവൃത്താന്തകാരൻ പറയുന്നുണ്ട്, നിങ്ങൾ തളരരുത്, മുൻപോട്ട് തന്നെ ലക്ഷ്യബോധത്തോടെ പോകണം, നിങ്ങളുടെ കൈകാലുകൾ തളരരുത്, കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ തളരുന്ന അവസരത്തിൽ നമുക്ക് ശക്തി തരുന്ന ധാരാളം വചനങ്ങൾ സങ്കീർത്തകനും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ലക്ഷ്യബോധമുണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്നുകൂടി സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നം വിഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വിഫലം എന്ന ഓർമ്മപ്പെടുത്തൽ ലക്ഷ്യബോധത്തിലേക്കുള്ള യാത്രയിലെ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്യം എത്ര വലുതോ ചെറുതോ ആവട്ടെ, പ്രതിസന്ധികൾ വലുതോ ചെറുതോ ആവട്ടെ, കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രകൾ പൂർണ്ണ വിജയത്തിലെത്തും എന്ന ഉറപ്പാണ് പ്രധാനമായി നമുക്ക് വേണ്ടത്. അടുത്തതായി പരുന്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്ന് പറയുന്നത്, മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ മറ്റു പക്ഷികൾ സുരക്ഷിതമായ ഇടങ്ങളിൽ അഭയം പ്രാപിക്കുമ്പോൾ പരുന്ത് ആ മഴയോടും കാറ്റിനോടും ഒപ്പം പറന്ന്, അല്ലെങ്കിൽ മഴ പെയ്യ്ക്കുന്ന മേഘങ്ങളുടെയും മുകളിലേക്ക് പറന്ന് കയറാനാണ് ശ്രദ്ധിക്കാറുള്ളത്. ഇത് തന്നെ നമുക്കും സ്വീകരിച്ചുകൂടെ? ഒരിക്കലും ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം സുഖകരമായിരിക്കും, സുഗമമായി മുൻപോട്ട് പോകുമെന്ന് നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു ഉറപ്പ് അവിടുന്ന് തന്നിട്ടുണ്ട്: ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എത്രയേറെ പ്രയത്നങ്ങൾ നേരിടേണ്ടി വന്നാൽ, എത്രയേറെ പ്രതിസന്ധികൾ നമുക്ക് നേരിടേണ്ടി വന്നാൽ, എത്രയേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നാലും അതിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന വലിയ ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ടില്ലേ? എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ആരെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പ്രതിസന്ധികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും ഓടി ഒളിക്കാൻ നാം ശ്രമിക്കുന്നത്? 121 സങ്കീർത്തനം ഓർമ്മയുണ്ടാവണം. പർവ്വതങ്ങളിലേക്ക് നോക്കി ഞാൻ കണ്ണുകൾ ഉയർത്തി, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ കർത്താവിൽ നിന്ന്. എൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പരാജിതരായി നാം ജീവിതം ഒടുക്കേണ്ട കാര്യമുണ്ടോ? മടുത്ത് പിൻവാങ്ങേണ്ട കാര്യമുണ്ടോ? കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഇതിലും വ്യക്തമായി എങ്ങനെയാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്? അടുത്തതായി പരുന്തിൽ നിന്നും നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്, അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് കൂട്ടിൽ തുടരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. കൂടിൻ്റെ സുഖകരമായ അന്തരീക്ഷത്തിൽ നിന്നും തള്ളി പുറത്തിടുകയാണ് ചെയ്യുന്നത്, പുറത്താക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ തന്നെ കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് തന്നെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. കാരണം സുഖകരമായ അന്തരീക്ഷത്തിൽ ദീർഘകാലം ഇരുന്നാൽ അവരുടെ ജീവിതം അസുഖകരമായി പോകും എന്ന തിരിച്ചറിവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ നേരിട്ട്, വെല്ലുവിളികളെ നേരിട്ട് കരുത്താർജിക്കാനും സ്വന്തം ജീവിതം കരുപിടിപ്പിക്കാനുമുള്ള ഒരു പരിശീലനം തന്നെയാണത്. ഇത് പക്ഷേ പലപ്പോഴും മനുഷ്യരായ നമുക്ക് ഒത്തിരി ഒന്നും അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എത്രയേറെ മക്കൾ മുതിർന്നാലും അവരെ അവരുടേതായ വഴികളിലേക്ക് വിടാതെ, മാതാപിതാക്കളുടെ ചിറകുകളിൽ ഒരു പരിധിയിലപ്പുറവും ഒതുക്കി വയ്ക്കാൻ നാം സ്വാർത്ഥതയോടെ ശ്രമിക്കാറുണ്ട് എന്നതല്ലേ വാസ്തവം. അതായത് ബുദ്ധിമുട്ടുകൾ അറിയിക്കാതെ, പ്രതിസന്ധികളെ നേരിടാൻ അവസരം നൽകാതെ നാം അവരെ ചിറകുകളിൽ സംരക്ഷിക്കുന്നു. അതങ്ങനെയാണോ വേണ്ടത്? തീർച്ചയായും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും ശക്തമായ അടിത്തറ പാകി കൊടുക്കുക തന്നെ വേണം. നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കണം. പിന്നീട് ജീവിതത്തിൽ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. ഗുണദോഷങ്ങൾ ചൂണ്ടിക്കൊടുക്കാം, പക്ഷേ അവർക്ക് വേണ്ടി തീരുമാനങ്ങൾ നാം എടുക്കേണ്ട കാര്യമില്ല. അവർ മുൻപോട്ട് ജീവിക്കട്ടെ. മക്കൾ മുതിർന്നാലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാലും വിവാഹിതരായാലും അവരുടേതായ കുടുംബങ്ങൾ രൂപീകരിച്ചാലും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾ ഇടപെട്ടാലല്ലാതെ കാര്യങ്ങൾ ശരിയാവില്ല എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന എന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അവരോടായി ഒരു അപേക്ഷ എന്നവണ്ണം പറയട്ടെ, നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ശക്തമായ മൂല്യങ്ങളുടെയും വിശ്വാസത്തിൻ്റെതുമായ അടിത്തറ നൽകുക. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പിന്തുണയും കുട്ടികളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന ബോധ്യം അവർക്ക് നൽകുക. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടാനുള്ള അവസരം അവർക്ക് കൊടുക്കുക. അടുത്തതായി ചൂണ്ടിക്കാണിക്കാറുള്ള മറ്റൊരു കാര്യം, പരുന്തിൻ്റെ ആയുസ് ഏതാണ്ട് 70 വർഷത്തോളം വരുമെന്നാണ് പറയുക. ആദ്യത്തെ ഏതാണ്ട് 40 വർഷം കഴിയുമ്പോൾ തന്നെ അതിന് പ്രായാധിക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങും.
ഇര പിടിക്കാൻ പ്രധാനമായിട്ട് അതിനെ സഹായിക്കുന്ന നീണ്ട കൊക്കുകൾ അല്ലെങ്കിൽ മൂർച്ചയേറിയ ബലമേറിയ കൊക്കുകളൊക്കെ പതുക്കെ തേഞ്ഞ് ഇല്ലാതാകാൻ അല്ലെങ്കിൽ തേഞ്ഞു തുടങ്ങും, അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടും. തൂവലുകളൊക്കെ പറക്കാൻ അത്രയധികമായ ഉയരത്തിൽ പറക്കാൻ അതിനെ സഹായിച്ചിരുന്ന ചിറകിലെ തൂവലുകളൊക്കെ പതുക്കെ പൊഴിയാൻ തുടങ്ങും. ശേഷിക്കുന്ന തൂവലുകളൊക്കെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് പറക്കലിന് തടസ്സമായി തന്നെ ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെയുള്ള അവസരത്തിൽ പരുന്തിൻ്റെ മുൻപിൽ 2 സാധ്യതകളാണ് അത്രേ ഉള്ളത്. ഒന്ന്, ഈ പ്രായാധിക്യത്തെയും ക്ഷീണത്തെയും ഒക്കെ മാനിച്ച് മരിക്കാനായി പിൻവാങ്ങുക, അല്ലെങ്കിൽ ചത്തുപോകാനുള്ള ആ ഒരു തീരുമാനമെടുക്കുക. അതല്ലെങ്കിൽ പിന്നെ വേദനാജനകമായ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോയാൽ അതിന് വീണ്ടും പുനരുജ്ജീവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ജീവിതത്തെ കുറെ കൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരാം. ഈ വേദനാജനകമായ പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം കാഠിന്യമേറിയ ഒരു പ്രക്രിയ തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് പരുന്ത് ചെയ്യുന്നത് മലമ്പ്രദേശങ്ങളിലേക്ക്, പാറക്കെട്ടുകളുള്ള പ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ഈ തേഞ്ഞു തുടങ്ങുന്ന കൊക്ക് കൂർത്ത പാറകളിൽ ഉരച്ചുരച്ച് അതിന് ബലക്ഷയം വരുത്തി അതിനെ അടർത്തി ഇല്ലാതാക്കി കളയുന്നത് വരെ പ്രവർത്തിക്കുമത്രേ. അത് കഴിഞ്ഞ് പിന്നീട് ഈ അടർന്നു പോയ കൊക്കിൻ്റെ സ്ഥാനത്ത് പുതിയവ വളർന്നു വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. പുതിയ കൊക്ക് വളർന്നു വന്നു കഴിഞ്ഞാലോ അവിടെ പിന്നെ ചെയ്യുന്നത് ഈ പ്രായമായ തൂവലുകളെ കൊത്തി അടർത്തിക്കളയുക. അങ്ങനെ കൊത്തി അടർത്തിക്കളഞ്ഞ് പുതിയ തൂവലുകളും അത് അങ്ങനെ തന്നെ ചിറകിന് ബലവും വരുന്നത് വരെ കാത്തിരിക്കും. അങ്ങനെ ഏതാണ്ട് 150 ദിവസത്തോളം നീളമുള്ള ഈ ഒരു വേദനാജനകമായ പ്രക്രിയയിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ പരുന്ത് ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തേഞ്ഞു തുടങ്ങിയ കൊക്കുകൾ മാറ്റി, അല്ലെങ്കിൽ പൊഴിഞ്ഞു തുടങ്ങിയ തൂവലുകൾ മാറ്റി, ചിറകുകൾക്ക് ശക്തി തിരിച്ചുപിടിച്ച് കൊക്കുകൾക്ക് അതിൻ്റെ കാഠിന്യം തിരിച്ചുപിടിച്ച് ഇനിയും ഒരു അംഗത്തിനു വേണ്ടി ഒരുങ്ങുകയാണ്. വീണ്ടും ഒരു 20-30 വർഷം കൂടി ഉള്ള ജീവിതം. ഇത് നമുക്ക് ഒരു വലിയ പാഠമല്ലേ പറഞ്ഞു തരുന്നത്? നമ്മൾ പലപ്പോഴും സുഖകരമായ ചില അന്തരീക്ഷത്തിലേക്ക് ഇണങ്ങി ചേർന്ന് കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ചുറ്റുപാടുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങളിലേക്ക് കടന്നു വരാൻ, മാറ്റങ്ങളെ നേരിടാൻ മടിയാണ്, അലസതയാണ്. ഇനിയിപ്പോൾ എന്ത് സാധിക്കാനാണ്, ഇനിയിപ്പോൾ ഇത്രയൊക്കെ അല്ലേ ഈ ജീവിതം കൊണ്ട് നേടാനുള്ളൂ, ഇതിനപ്പുറമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറുന്നവരാണ് നമ്മൾ മനുഷ്യരിൽ ഏറിയ പേരും. പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മൾ ശീലിച്ചു വന്ന രീതികളിൽ നിന്നും മാറി ചിന്തിച്ചാൽ, നമ്മൾ പരിചയിച്ചു വന്ന അന്തരീക്ഷത്തിൽ നിന്നും മാറി ചിന്തിച്ചാൽ, പുതിയ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും തയ്യാറായാൽ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ഒത്തിരി നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിച്ചേക്കാം. നമ്മുടെ മനസ്സിന് ഒത്തിരിയേറെ നിറവും സന്തോഷവും ലഭിച്ചേക്കാം. പക്ഷേ മാറാൻ മനസ്സുണ്ടാവണം. ഒരുപക്ഷെ മാറ്റത്തിൻ്റെതായ വേദനകൾ സഹിക്കാൻ നമുക്ക് മനസ്സുണ്ടാവണം. അങ്ങനെയെങ്കിൽ നമുക്കും ജീവിതം കുറേ അധികം മുൻപോട്ട് കുറേ കൂടി സന്തോഷത്തോടെയും പ്രത്യാശയോടും കൂടി കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞു തരട്ടെ. പരുന്ത് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് നിസ്സാരമായ ഒരു പക്ഷിയാണെങ്കിൽ പോലും അതിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെ, ഉദാഹരണമായി സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? അതുകൊണ്ട് പ്രതിസന്ധികളെ പേടിക്കാതെ, മാറ്റങ്ങളെ പേടിക്കാതെ, ഒറ്റയ്ക്ക് പറക്കാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനും കരുത്താർജിക്കാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ വെല്ലുവിളികൾ നേരിട്ട് വളരാൻ വേണ്ടിയിട്ട് കരുത്തുള്ളവരാക്കി, ബലമുള്ളവരാക്കി, പ്രാപ്തരാക്കി എടുക്കാനും ഒക്കെയുള്ള ചിന്താധാരയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുള്ള മുന്നൊരുക്കങ്ങളാവട്ടെ, അല്ലെങ്കിൽ അതിനുള്ള പരിശീലനമാവട്ടെ നമ്മൾ വീടുകളിൽ നമ്മുടെ ഇളം തലമുറയ്ക്ക് നൽകേണ്ടത്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അവരെ കേടുപാട് കൂടാതെ, അവർക്ക് തെറ്റുകുറ്റങ്ങൾ വന്നാൽ അത് തിരുത്തി, അവർക്ക് മൂല്യങ്ങൾ നൽകി, ദിശാബോധം നൽകി, വ്യക്തമായ വിശ്വാസത്തിൻ്റെ അടിത്തറ നൽകി വളർത്തിയെടുക്കുവാനുള്ള ഉത്തരവാദിത്വം മുതിർന്നവർക്കുണ്ട്, മാതാപിതാക്കൾക്കുണ്ട്, അധ്യാപകർക്കുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ഇത്തരം ഉദാഹരണങ്ങളിലെ നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ച് നല്ല രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും മറ്റുള്ളവർക്ക് നല്ല മാതൃകകൾ നൽകാനും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളും
കടമകളും കൃത്യമായിട്ട് നിർവഹിക്കാനും നമുക്ക് സാധിക്കണം. ബോണി ആലപിക്കുന്ന നിത്യകവാടമേ തുറന്നാലും എന്ന ഗാനമാണ് അടുത്തത്. കാണാം, ആസ്വദിക്കാം. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. സ്വർഗീയ സൂനമേ വിരിഞ്ഞാലും സ്വർഗ സൗഭാഗ്യം പകർന്നാലും കൂരിരുൾ ചൂഴും മാനസവീഥിയിൽ താരകമായി നീ തെളിഞ്ഞാലും നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. വാരുളി ചിന്തിയെന്നാത്മാവിൽ വാർമഴവില്ലായി വാഴുക നീ. യുവചേതനകൾ പൂവണിയാൻ ജീവജലം നീ തൂകണമേ. നിത്യകവാടമേ തുറന്നാലും സത്യപ്രകാശമേ വഴിഞ്ഞാലും പരമദയാമൃതം ചൊരിഞ്ഞാലും യേശുവേ നീയൻ ആലംബമേ. വിശുദ്ധ എവർമോഡിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ദൈവത്തെ കാണുന്നു, ദൈവം എന്നെ കാണുന്നു. ഞാൻ എന്തിന് നഷ്ടധൈര്യനാകണം? ദൈവമുണ്ടെന്നുള്ള വസ്തുത ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആശ്വാസമാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വ്യാകുല മുള്ളുകളേറ്റു ഉള്ളം തകർന്നമ്മ കാൽവരിയിൽ പുത്രന്റെ ചങ്കു തുളച്ചോർ കുന്തം തറച്ചതും നിന്നുള്ളിൽ
സ്വർഗത്തിൻ സുന്ദരമേ നീ നരകത്തിൻ മക്കൾ തകർത്തതാണോ? നാഗത്തിൻ നീച്ചാലൊഴുക്ക